ലഹരിക്കടിമപ്പെട്ട് സർഗാത്മകത നഷ്ടപ്പെട്ട യുവസമൂഹം. റിപ്പോർട്ട് കാണാം. സ്കൂളുകളും കലാലയങ്ങളും തുറക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കേരളത്തിലേക്കുള്ള ലഹരി വസ്തുക്കളുടെയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെയും കടത്ത് വർദ്ധിച്ചു വരികയാണ്. പ്രധാനമായും വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഇവരുടെ ചതിക്കെണിയിൽപ്പെടുന്നവരിൽ ഏറെയും. വെറുമൊരു രസത്തിനു വേണ്ടി ബീഡിയിലും സിഗരറ്റിലും തുടങ്ങുന്ന ഇവർ മെല്ലെ മെല്ലെ കഞ്ചാവിലേക്കും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളിലേക്കും ചുവടുവെക്കുന്നു. മെല്ലെ മെല്ലെ വിഭ്രാന്തിക്ക് അടിമപ്പെടുന്നു. ഇങ്ങനെ സെല്ലുകളിൽ അടയ്ക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പെറ്റ അമ്മയ്ക്കു നേരെ പോലും ആയുധമെടുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞാൽ നിസ്സഹായരായി നോക്കി നിൽക്കുകയല്ലാതെ മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്യാനാവില്ല. ലഹരിക്കടിമപ്പെട്ടവരാകട്ടെ അവർക്ക് പണം കിട്ടാൻ എന്തും ചെയ്യും. 18-ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ എഴുതിവെച്ച ജനകൻ തനയനെ വഞ്ചന ചെയ്യും തുടങ്ങി വരികൾ 3 നൂറ്റാണ്ടിനിപ്പുറം അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ്. പുകയില ഉൽപ്പന്നങ്ങൾ ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറഞ്ഞാലൊന്നും ചെവിക്കൊള്ളാൻ ആധുനിക തലമുറ തയ്യാറല്ല. കടം വാങ്ങിയും ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കും, നന്നായി വളർത്തും. എന്നാൽ ഇതൊക്കെ അച്ഛനമ്മമാരുടെ കടമയാണെന്നാണ് അവരുടെ നിലപാട്. അവസാനം വിഭ്രാന്തിക്കടിമപ്പെട്ട് സെല്ലുകളിൽ കഴിയുന്നവരുടെ ആർത്തനാദം ഏതൊരാളുടെയും ഹൃദയം പിളർക്കുന്നതാണ്. നാളത്തെ സമൂഹം തലതിരിഞ്ഞവരായി മാറാതിരിക്കണമെങ്കിൽ മുൻകരുതലും നിരന്തര ബോധവൽക്കരണവും അത്യാവശ്യമാണ്. ലഹരിമുക്തമായ കലാലയങ്ങളും പൊതു ഇടങ്ങളും വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. ലഹരി വിൽപ്പനയിൽ പിടികൂടുന്നവർക്കെതിരെ കർശന നടപടിക്കും നിയമത്തിൽ വ്യവസ്ഥയുണ്ടാകണം. കവിളൊട്ടി ശരീരം ശോഷിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ കിതയ്ക്കുന്ന യുവത്വമല്ല നമുക്ക് വേണ്ടത്, മറിച്ച് മുന്നോട്ടുള്ള പ്രയാണത്തിൽ കുതിക്കുന്ന യുവത്വമാണ് നമുക്ക് ആവശ്യം. അത്തരത്തിലുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്കും കലാലയങ്ങൾക്കും കഴിയട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാം.